2025 ഇന്ന് അർദ്ധരാത്രിയോടെ നമ്മിലേക്ക് കടന്നു വരികയാണ്. 2025 ഒരു സെക്കൻഡ് പോലും നിന്റെ ജീവിതത്തിലേക്ക് ടെൻഷൻ വരാതിരിക്കാനുള്ള അത്ഭുതകരമായ ഒരു വിദ്യ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയാണ്. ഒരു ടിപ്പ് നമ്മൾ പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, സഹോദരങ്ങളും സഹോദരിമാര് വാട്സപ്പിലൂടെ കമന്റിലൂടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്താറുണ്ട്. പ്രാർത്ഥനകളിൽ നിങ്ങൾ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, 2025 നമ്മിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ലോകം മുഴുവനും അതിന്റെ ആഘോഷ പരിപാടികൾ നടത്തി തുടങ്ങി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പല സമയങ്ങളിലാണല്ലോ 2025 പ്രവേശിക്കുക. പടക്കം പൊട്ടിച്ചും കള്ളു കുടിച്ചും നൃത്തം വെച്ചും വ്യത്യസ്തമായ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. നമ്മുടെ കേരളത്തിലും വ്യത്യസ്തമായ ആഘോഷങ്ങൾ ഇന്ന് അർദ്ധരാത്രി നടക്കും. കള്ളു കുടിച്ചുകൊണ്ടും നൃത്തമാടിയും അരങ്ങ് തകർക്കുന്ന ഒരു സമൂഹം, പിശാചി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ആഘോഷങ്ങളിൽ, ഹറാമായ ആഘോഷങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും നാമുമായി ബന്ധപ്പെട്ടവരെ, നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2025 ടെൻഷൻ വരാതിരിക്കാൻ, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ്, ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ ആശംസ പറയൽ സുന്നത്തുണ്ട് എന്ന് പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത് ഹിജ്റ വർഷത്തിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കുകയാണ്. ഹിജ്റ വർഷമാണല്ലോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ, മുസ്ലിമീങ്ങളുടെ വർഷം. എല്ലാ ആരാധനകളും തീരുമാനിക്കപ്പെടുന്ന, ആണ്ടുകൾ നമ്മൾ നടത്തേണ്ടുന്ന, നമ്മൾ നോമ്പ് തുടങ്ങുന്നതും നോമ്പ് അവസാനിപ്പിക്കുന്നതും, ഹജ്ജ് കണക്കാക്കുന്നതും, അങ്ങനെയുള്ള ഇദ്ദ കണക്കാക്കുന്നതും, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും, ഇസ്ലാമികപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കണക്കാക്കുന്നത് ഹിജ്റ വർഷ പ്രകാരമാണ്, ഹിജ്റ കലണ്ടർ പ്രകാരമാണ്. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ കലണ്ടറാണ്, ഹിജ്റ വർഷമാണ്. മുഹറം 1 ന്യൂ ഇയർ എന്നുള്ളത്. ആ മുഹറം 1 കടന്നു വരുമ്പോൾ ആശംസ പറയൽ, തഖബ്ബലല്ലാഹു മിന്നാ മിൻകും സാലിഹൽ അഅമാൽ എന്ന ആശംസ പറയലൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട്, നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ മാസം അറിയുമ്പോഴും, ഇപ്പോ റജബ് മാസം വരികയാണ്, നാളെ ബുധനാഴ്ചയാണ്, നാളെ മഗ്‌രിബിയോടെ മാസപ്പിറവി കാണുകയാണെങ്കിൽ റജബിലേക്ക് നമ്മൾ പ്രവേശിക്കും, അല്ലെങ്കിൽ വ്യാഴാഴ്ച റജബിലേക്ക് എന്തായാലും നമ്മൾ പ്രവേശിക്കും. അങ്ങനെ പുതിയ അറബി മാസങ്ങൾ വരുമ്പോഴും തഖബ്ബലല്ലാഹു മിന്നാ മിൻകും എന്ന് നമുക്ക് ആശംസ പറയലൊക്കെ പ്രത്യേകം സുന്നത്താണ്, നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധമായ റജബ് പവിത്രമാണ്, അതിന്റെ മഹത്വമൊക്കെ ഇന്നലെ നമ്മളൊരു വീഡിയോയിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റജബിന്റെ 1ാമത്തെ രാത്രി വളരെയേറെ മഹത്വമുള്ള ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. റജബ് മുതലേ റമദാനിലുള്ള ഒരുക്കങ്ങൾ നടത്താൻ നമ്മൾ തുടങ്ങണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ പുതിയ വർഷം കടന്നു വരുമ്പോൾ 2024 കഴിഞ്ഞ് 2025 വരുമ്പോൾ പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ല. പരിശുദ്ധമായ ഹിജ്റ വർഷം മറിയുമ്പോഴാണ്, ഹിജ്റ മാസങ്ങൾ മാറി മറിയുമ്പോഴാണ്, കടന്നു വരുമ്പോഴാണ് സുന്നത്തുള്ളത് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്, നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ ഓർക്കുകയാണ്, നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും 2024 കഴിഞ്ഞ് 2025 വരുമ്പോൾ, ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു വിഷമമാണ് ടെൻഷൻ എന്നുള്ളത്. പ്രായമുള്ളവര്, പ്രായം കുറഞ്ഞവര്, ആണുങ്ങൾ, പെണ്ണുങ്ങൾ ഒക്കെയും ടെൻഷൻ അടിക്കുന്നവരുണ്ട്. എന്നാൽ പഠനങ്ങൾ പറയുകയാണ് ടെൻഷൻ അടിക്കാതിരിക്കാനുള്ള 2 മാർഗം നമ്മൾ പറയുകയാണ്. ഒന്ന് ആത്മീയമാണ്, മറ്റൊന്ന് ഭൗതികമാണ്. ഇൻഷാ അല്ലാഹ് ഭൗതികപരമായ മാർഗം എന്നുള്ളത് നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വെറുതെ ഇരിക്കരുത്.
നമ്മൾ ജോലിയില്ലാത്തവരാകരുത്. വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് നോക്കൂ, ഫൈദാ ഫറഗ്ത ഫൻസബ്. നിങ്ങൾ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഒരിക്കലും റെസ്റ്റ് എടുക്കുന്ന ഒരു സന്ദർഭം, ഒരു സമയം നമുക്ക് ഉണ്ടാവരുത്. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാകും, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാകും. എപ്പോഴും എന്തെങ്കിലുമായി നമ്മൾ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകും. പഠനങ്ങൾ പറയുകയാണ് 50% സന്തോഷം ജോലി ചെയ്യുന്നതിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുകയാണ്. പെയിന്റ് പണിക്കാർ, കൂലിപ്പണിക്കാർ, മറ്റു തൊഴിൽ ചെയ്യുന്ന ആളുകൾ, കർഷകർ, ഇവരൊക്കെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർ 50% സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചില ആളുകളുണ്ട് 60 വയസ്സ് കഴിഞ്ഞാൽ വെറുതെ ഇനി എനിക്ക് റെസ്റ്റ് എടുക്കണ്ടേ, എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആളുകൾ. അവർ പെട്ടെന്ന് അവരുടെ വാർദ്ധക്യം വർദ്ധിക്കുകയും അവർ അവശരാവുകയും അവർ രോഗിയാവുകയും അവരുടെ ടെൻഷൻ വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്രയോ പ്രവാസികളുണ്ട്, കഷ്ടപ്പെട്ട് 1 വർഷം 2 വർഷമൊക്കെ ജോലി ചെയ്യും, എന്നിട്ട് 6 മാസത്തിന് നാട്ടിൽ വരും. നാട്ടിൽ വരുമ്പോൾ വെറുതെ കിടന്നുറങ്ങി തീർക്കുക, ടെൻഷൻ വരും. 2 വർഷം ഗൾഫിൽ നിൽക്കുമ്പോൾ നാട്ടിലേക്ക് വന്ന് അടിച്ചു പൊളിക്കണം, സന്തോഷിക്കണം, സമാധാനിക്കണം എന്ന് ചിന്തിക്കും. നാട്ടിൽ വന്ന് വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് എന്ത് വരും? ടെൻഷൻ വരും, സന്തോഷം അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ആ ലീവിന് വരുന്ന സമയങ്ങളിലും എന്തെങ്കിലുമായി എൻഗേജ്ഡ് ആയി കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇബാദത്തുകളുമായിട്ടെങ്കിലും നമ്മൾ എൻഗേജ്ഡ് ആകണം. സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ദിക്റുകൾ ചൊല്ലിയിട്ട് പള്ളിയുമായി, എഴുത്തികാഫുമായി, ഖുർആൻ പാരായണവുമായി, നമസ്കാരവുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു എടങ്ങറ്, ഒരു പ്രയാസം വേറെ എന്താണുള്ളത്? നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കൂ. നമ്മുടെ സമാധാനവും നമ്മുടെ സന്തോഷവും അതിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് പ്രതിഫലം നൽകും. നമ്മുടെ നിയ്യത്ത് നന്നാക്കിയാൽ മതി. അവർ നിസ്കരിക്കുമ്പോഴോ, നോമ്പെടുക്കുമ്പോഴോ, ഖുർആൻ ഓതുമ്പോഴോ, ദിക്ർ ചെയ്യുമ്പോഴോ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 2025 എന്ന് പറയുന്ന പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ പുതിയ ശൈലികൾ നമ്മൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഒരു വർഷത്തെ അനുഭവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്നുള്ളത് നമ്മൾ ബിസിയാവുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലുമായി എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഫൈദാ ഫറഗ്ത, ഒന്നിൽ നിന്ന് വിരമിച്ചാൽ ഫൻസബ്, മറ്റൊന്നിൽ നീ പ്രവേശിക്ക്, ഇലാ റബ്ബിക ഫർഗബ്, റബ്ബിലേക്ക് നീ അടുക്കുകയെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇൻശിറാഹ് പറയുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്താൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും, എളുപ്പങ്ങൾ നമ്മിലേക്ക് കടന്നു വരും, സമാധാനം ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകില്ല, നല്ല ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും, ആരോഗ്യം നിലനിൽക്കും, സന്തോഷം നിലനിൽക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാനുള്ള ഒരു മാർഗമെങ്കിൽ, ഭൗതിക മാർഗം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. മറ്റൊരു മാർഗം എന്നുള്ളത് ഒരു ദിക്റാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച അത്ഭുതകരമായ ദിക്റാണ്. ജീവിതത്തിന്റെ ടെൻഷനുകളിൽ, സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, കുടുംബപരമാകട്ടെ, ജോലി സംബന്ധമായതാകട്ടെ, എന്ത് ടെൻഷനാണെങ്കിലും ആ ടെൻഷൻ നീങ്ങിക്കിട്ടാൻ, ടെൻഷൻ വരുമ്പോൾ നമ്മളൊരു ദിക്ർ അധികരിപ്പിച്ചാൽ മതി. ഏതാണ് ദിക്ർ എന്നറിയോ? അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ എന്നുള്ളതാണ് ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ടെൻഷൻ മാറാൻ അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ എന്നിങ്ങനെ അധികരിപ്പിച്ചാൽ മതി. നമ്മൾ ടെൻഷനെ കുറിച്ച്, ടെൻഷൻ അടിക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ദിക്റൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദിക്ർ നമ്മളൊരു വഴിക്ക് നടക്കണം, ടെൻഷൻ അത് വരട്ടെ, അത് ഓട്ടോമാറ്റിക്കായി പോയിക്കോളും എന്നുള്ള ചിന്തയോടെ. ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലിയിട്ട് ടെൻഷൻ മാറുന്നില്ലല്ലോ, ടെൻഷൻ വർദ്ധിക്കുകയാണല്ലോ എന്ന് പരാതി പറയുന്ന ആളുകളുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരുപാട് പ്രയാസമുണ്ട്, എന്റെ പ്രയാസം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എനിക്കൊരു മന്ത്രം പറഞ്ഞു തരണം. ഗുരു മന്ത്രം പറഞ്ഞു കൊടുത്തു. മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് ഗുരു അവനോട് പറഞ്ഞു, ഈ മന്ത്രം ജപിക്കുമ്പോൾ, ഈ മന്ത്രം ചൊല്ലുമ്പോൾ നീ ഒരിക്കലും കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുത്. അയാൾ ചിന്തിച്ചു, ഞാനെന്തിനാ കുരങ്ങനെ കുറിച്ച് ചിന്തിക്കുന്നത്? കുരങ്ങൻ എൻ്റെ ജീവിതവുമായി യാതൊരു ബന്ധമില്ലാത്ത ജീവിയല്ലേ.
അങ്ങനെ ഇയാൾ വീട്ടിലേക്ക് പോയി. മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല കുരങ്ങനെ കുറിച്ച്. അങ്ങനെയുള്ള കുരങ്ങന്റെ ചിന്തയും ഇയാളെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഇയാളാകെ പൊറുതിമിട്ട് ഇയാൾ പോയി കുളിച്ചു വന്ന് വീണ്ടും ഇരുന്നു. കുരങ്ങന്റെ ചിന്ത പോകുന്നില്ല. മന്ത്രിക്കുമ്പോൾ കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് ഗുരു പറഞ്ഞ ആ ചിന്ത കടന്നു വരുന്നത് കാരണമായി എല്ലാം കുരങ്ങനായിട്ട് തോന്നുന്നു. തന്റെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ കുരങ്ങന്മാരായിട്ട് തോന്നുന്നു. കുരങ്ങന്റെ ചിന്ത മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇയാൾ അവസാനം പരാജയപ്പെട്ടു. കുരങ്ങന്റെ ചിന്തയില്ലാതെ ഇദ്ദേഹത്തിന് മന്ത്രം പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നോട് കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന നിബന്ധന പറഞ്ഞത്? എന്റെ മനസ്സിൽ കുരങ്ങനെ കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ കാരണം എനിക്ക് കുരങ്ങനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ മന്ത്രം ചൊല്ലാൻ കഴിയുന്നില്ല എന്ന് ഗുരുവിനോട് മനുഷ്യൻ പറയുമ്പോൾ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതാണ് നിന്റെ പ്രശ്നം. നിന്റെ പ്രശ്നത്തെക്കുറിച്ച്, നിന്റെ ടെൻഷനെ കുറിച്ച്, നിന്നെ പ്രയാസപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് നീ കൂടുതൽ ചിന്തിക്കുമ്പോൾ അത് നിന്നെ കൂടുതൽ പ്രയാസപ്പെടുത്തും. അപ്പൊ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ, ഞാൻ ഇനി ഒരിക്കലും ടെൻഷൻ അടിക്കൂല, അല്ലെങ്കിൽ ടെൻഷൻ വരുന്ന വിഷയത്തെ നമ്മൾ പ്രതിരോധിക്കാൻ നിൽക്കരുത്. ടെൻഷൻ അതിന്റെ ഭാഗത്ത് വരട്ടെ. നമ്മൾ ദിക്റുകൾ ചൊല്ലുക. ഈ ദിക്റ് ചൊല്ലുമ്പോൾ ടെൻഷൻ പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കരുത് എന്നർത്ഥം. ടെൻഷൻ വരട്ടെ, വരാതിരിക്കട്ടെ. നമ്മൾ ഈ ദിക്റ് ഇങ്ങനെ അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഇല്ലാതായിക്കോളും. ടെൻഷൻ ഉണ്ടോ, ടെൻഷൻ വരുന്നുണ്ടോ, ടെൻഷനെ പ്രതിരോധിക്കാനോ ഒന്നിനും നമ്മൾ ചിന്തിക്കുകയോ അതിന് നിൽക്കുകയോ ചെയ്യരുത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ടെൻഷൻ ഇല്ലാതെ 2025 ജീവിക്കാൻ ഇൻഷാ അല്ലാഹ്. നമ്മൾ രണ്ട് മാർഗം പറഞ്ഞു. ഒന്ന്, നമ്മൾ വെറുതെ ഇരിക്കരുത്, നമ്മൾ എപ്പോഴും ബിസിയാവുക. രണ്ട്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റാണ്. ഏത് ടെൻഷനെയും മഞ്ഞുപോലെ ഉരുക്കിക്കളയുന്ന അത്ഭുതകരമായ ദിക്ർ അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു സമാധാനമുള്ള ജീവിതം നമുക്ക് നൽകട്ടെ, സന്തോഷമുള്ള ജീവിതം നൽകട്ടെ. കഴിഞ്ഞ വർഷത്തെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കട്ടെ. ഈ വരാനിരിക്കുന്ന വർഷം തഖ്വയുടെ വർഷമാക്കട്ടെ, ഇസ്സത്തിന്റെ വർഷമാക്കട്ടെ, ആഫിയത്തിന്റെ വർഷമാകട്ടെ, റാഹത്തിന്റെ വർഷമാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.